ഹലോ ഫ്രണ്ട്സ്, ഞാനൊന്നും ഉണ്ടാക്കാൻ പോകുന്ന വറുത്തരച്ച ചിക്കൻ കറിയാണ് കേട്ടോ. ഒട്ടും എണ്ണ വേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടായത് ചിക്കൻ കറി വെക്കുമ്പോൾ. പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ചെറിയ നീരുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കാഞ്ഞിട്ടായിട്ടാകുമ്പോൾ കേട്ടോ തേങ്ങ ഇട്ട് കൊടുക്കുന്നില്ലത്. പിന്നെ ഞാൻ എണ്ണ ഒഴിച്ചത് തന്നെ എന്താ വെച്ചാൽ ചട്ടിക്ക് ഇങ്ങനെ അടിക്ക് പിടിക്കുന്നില്ലേ തേങ്ങ, അതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് എണ്ണ ഒറ്റിക്കുന്നത് കേട്ടോ. എണ്ണ ഒട്ടും ഇല്ലാതെ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ടുണ്ടായത്. പിന്നെ ഞാൻ കുറച്ച് ഒഴിച്ചിട്ട് കൊടുത്തു. പിന്നെ അതിന് കുറച്ച് തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വെറും പച്ച തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചിക്കൻ നല്ല വൃത്തിക്ക് മുറിച്ചിട്ട് കഴുകിയിട്ട് ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടോ. ഞാൻ ഇങ്ങനെ എണ്ണയിൽ കായ്ച്ചിട്ടൊന്നുമല്ല കേട്ടോ ചിക്കൻ കറി വെക്കുന്നത്. ചിക്കനും നീരുള്ളി പിന്നെ മുളക് പൊടി എല്ലാം ഒന്നിച്ചിട്ടുണ്ടാവും, എല്ലാം ഒന്നിച്ചിട്ടിട്ട് തീ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിന് 2 നീരുള്ളി എടുത്തത്, 2 ഇട്ടിട്ട് 1.5 കഷ്ണം ഇട്ടിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി എല്ലാം ഇട്ടിട്ട് തീമ വെച്ചു കേട്ടോ. കാരണം നമ്മളെ തേങ്ങ വറുത്തിട്ട് ഉള്ളത് റെഡിയായി. പിന്നെ അതിലത്തേക്ക് ഞാൻ കരിയാമ്പിലയും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് തക്കാളി ഇടാൻ മറന്നുപോയി, അങ്ങനെ തക്കാളി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ തേങ്ങ വറുത്തത് അരച്ചിട്ട് വെച്ചു കേട്ടോ. എന്നിട്ട് ആ മിക്സിയിൽ തന്നെ കുറച്ച് പച്ച തേങ്ങയും അരച്ചിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, അരച്ചിട്ട് വെച്ചു. എന്നിട്ട് നമ്മളെ ചിക്കനിലേക്ക് ആ വറുത്തരച്ച അരപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ നല്ല വൃത്തിക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ അതിലത്തേക്ക് നേരത്തെ അരച്ചിട്ട് വെച്ച പച്ച തേങ്ങയുടെ അരപ്പിൽ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നുണ്ട്, നേരെ ക്ലിയറൊന്നും ആവുന്നില്ല കേട്ടോ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണം. അങ്ങനെ നല്ല വൃത്തിക്ക് ചൂടുവെള്ളം കൂട്ടിയിട്ട് കുറച്ച് വെള്ളമാക്കിന് കേട്ടോ. ലാസ്റ്റ് തണിഞ്ഞിട്ടാകുമ്പോൾ കട്ടിയാവുന്നില്ലേ. അങ്ങനെ നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലത്തേക്ക് ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല വൃത്തിക്ക് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് സമയം അടച്ചിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, അങ്ങനെ നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഈസി ചിക്കൻ കറി കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ എണ്ണയിലെല്ലാം നീരുള്ളിയെല്ലാം കായ്ച്ചിട്ട് അതിലത്തേക്കെല്ലാം ചിക്കനെല്ലാം ഇടുമ്പോഴെല്ലാം കുറേ ടൈം എടുക്കുന്നില്ലേ. ഇതാകുമ്പോൾ എല്ലാം ഒന്നിച്ചെന്നെ മുറിച്ചിട്ട് ഇട്ടിട്ട് കൊടുത്താൽ ബന്ധെങ്കിൽ പിന്നെ ഒന്നും നമുക്ക് അത്ര പണിയൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മളെ ചാനലിലെല്ലാം സപ്പോർട്ടെല്ലാം ചെയ്യണം. എന്തെങ്കിലും തെറ്റെല്ലാം ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം.